ഇക്കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ആദ്യമായി എൻഡിഎ സർക്കാരിനെ പാർലമെന്റിൽ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം. തുടർ തോൽവികളിൽ പ്രതിപക്ഷ നേതൃപദവി പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന സഖ്യം ബിജെപിയെ തറപറ്റിച്ചത്. അവിശ്വസനീയമായ തോൽവിയിൽ ഞെട്ടിയിരിക്കുകയാണ് ബിജെപി. പ്രതിപക്ഷ നീക്കത്തിന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധിയെ പൂട്ടാനുള്ള വഴികൾ ബിജെപി തേടുന്നുണ്ട്. നേരത്തെ കേസിൽ കുടുക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും അലഹബാദ് ഹൈക്കോടതിയിൽ അത് തകർന്നു വീഴുകയായിരുന്നു. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചും ബിജെപി നീക്കം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് യോഗത്തിനായി തമിഴ്നാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയെ വഴിതടയുന്ന സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറന്നിറങ്ങിയ ഹെലികോപ്റ്റർ തടയുകയും പരിശോധന നടത്തുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ പ്രഹസനമെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധി സാധാരണ രാഷ്ട്രീയ നേതാവല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. പ്രധാനമന്ത്രിക്ക് തത്തുല്യമായ അവകാശങ്ങൾ പ്രതിപക്ഷ നേതാവിനുമുണ്ട്. എന്നിട്ടും അതെല്ലാം മറന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഹുൽ ഗാന്ധി വേട്ട തുടരുകയാണ്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ റാലിക്കെത്തിയപ്പോഴാണ് ഹെലികോപ്റ്റർ തടഞ്ഞതും പരിശോധിച്ചതുമെന്ന് കാണാൻ സാധിക്കും. രാഹുൽ കാറിൽ കയറിയതിനു പിന്നാലെ ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. തുടർന്ന് ഹെലികോപ്റ്റർ പരിശോധന നടത്തി. തിരുച്ചിറപ്പള്ളി കൂടാതെ റാണിപ്പെട്ടിലും ഫ്ലൈയിംഗ് സ്ക്വാഡ് പരിശോധന നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെത്തിയത്. ഈ ഹെലികോപ്റ്റർ എന്തിനു പരിശോധിക്കണമെന്നും പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ പരിശോധിക്കാൻ കമ്മീഷൻ ധൈര്യം കാണിക്കുമോ എന്ന ചോദ്യവും കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഹെലികോപ്റ്റർ വഴി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള പണമൊന്നും കടത്തേണ്ട ഗതികേട് രാഹുൽ ഗാന്ധിക്കില്ല. അതിന് അദ്ദേഹം മെനക്കെടുമെന്ന് ബിജെപി പോലും വിശ്വസിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ എന്തിനു പിന്നെ ഈ രീതിയിലുള്ള പ്രഹസനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. നേരത്തെ വനിതാ സംവരണ ഭേദഗതി ബില്ല് പരാജയപ്പെട്ടതിന്റെ കലിപ്പിൽ ബിജെപി രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പരിശോധന എന്നാണ് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. ബില്ല് പരാജയപ്പെട്ടതിന് പിന്നാലെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയാണ് പ്രതിഷേധിച്ചത്. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമാക്കാൻ ബിജെപി തീരുമാനിച്ചത്. രാഹുലും സംഘവും സ്ത്രീകളെ ചതിച്ചു, സ്ത്രീകളുടെ അവകാശത്തെ ഇല്ലാതാക്കി പ്രതിപക്ഷം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു എന്നെല്ലാമാണ് ബിജെപിയുടെ പരാതി. രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് വഴിയടച്ച് തടയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടപടലം പൂട്ടുമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പരിശോധനയെന്നും കാണാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയുള്ള ഇംപീച്ച്മെന്റ് നടപടികൾ പ്രതിപക്ഷം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹെലികോപ്റ്ററുകൾ അടക്കം തടഞ്ഞുള്ള കമ്മീഷന്റെ പ്രതികാര നടപടിയെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ഇംപീച്ച്മെന്റിനുള്ള അനുമതി ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അധ്യക്ഷനും നിരസിച്ചിരുന്നു. അന്ന് വെറും 130 എംപിമാർ ലോക്സഭയിൽ നിന്നും 65 എംപിമാർ രാജ്യസഭയിൽ നിന്നും ഇംപീച്ച്മെന്റിനെ അനുകൂലിച്ചു. ആകെ 195 എംപിമാരാണ് അനുകൂലിച്ചത്. എന്നാൽ വനിതാ സംവരണ ബില്ലിനെതിരെ ലോക്സഭയിൽ നിന്ന് മാത്രം 230 എംപിമാർ വോട്ട് ചെയ്തു. ഈ 230-നൊപ്പം രാജ്യസഭയിൽ നിന്നുള്ള 65 ചേരുമ്പോൾ 295 എംപിമാരുടെ പിന്തുണ ലഭിക്കുമെന്നിരിക്കെയാണ് വീണ്ടും ഇന്ത്യ സഖ്യം ഇംപീച്ച്മെന്റിന് ഇറങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു, വോട്ടർ പട്ടികയിൽ നിന്നും അകാരണമായി പേരുകൾ വെട്ടിമാറ്റി തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് ഇംപീച്ച് തീരുമാനമുണ്ടായത്. പിന്നാലെ ഇത് വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികാര നടപടികൾ എന്ന വണ്ണം രാഹുൽ ഗാന്ധിയെ വിടാതെ പിന്തുടരുന്നതെന്നും കാണാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികാര നടപടിയുടെ വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. जी 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 राहुल जी बैटरी डबल है राहुल जी
Ada